തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പലയിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ്. പഞ്ചായത്തിലെ 20-ാം വാർഡിൽ പുത്തനങ്ങാടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഹാജറ ഉമർ ചോലയാണ് ഇത്തവണത്തെ ഹാജറ ഹുസൈൻ ചോലയിലാണ് ഇത്തവണത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസമാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആദ്യത്തെ പ്രചരണത്തിൻ്റെ സമയത്താണ് അവരുടെ കൂടെ മുൻ മെമ്പർ, അതായത് ഇപ്പോഴത്തെ മെമ്പറായിട്ടുള്ള അൻവറും കൂടെയുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷയൊക്കെ? പ്രതീക്ഷ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതി നമ്മളെ ജനങ്ങൾക്കും വാർഡിനും രാഷ്ട്രീയം നോക്കാതെ എല്ലാ വികസനവും കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ അൻവർ നമ്മളിവിടുത്തെ വാർഡ് മെമ്പറാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചും ചെയ്തിട്ടുണ്ട്. വികസനം നല്ലവണ്ണം കൊടുന്ന് കാഴ്ചവെച്ച ഒരാളാണ് അൻവർ സാദത്ത്. അതേപോലെ കൂടുതൽ അതിൻ്റെ തുടർച്ചയായിട്ട് പോകണമെന്നാണ് എൻ്റെ. സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് വേറെ ആശങ്കകളൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പ് ഉണ്ടായത് ഒരു കഴിഞ്ഞ 15 മുതൽ 20 വരെയല്ലേ മെമ്പറായിരുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? ഈ വാർഡ് UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുൻപും ഈ വാർഡിൽ വളരെയധികം വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിൻ്റെ എല്ലാ മുക്കുമൂലകളിലും തൊട്ടറിഞ്ഞ വികസനമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ പഞ്ചായത്തിലുള്ള ആനുകൂല്യങ്ങളും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA തുടങ്ങിയ എല്ലാവിധ വിഭാഗങ്ങളെയും കോർത്തിണക്കി ഈ വാർഡിൽ പരമാവധി വികസനം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് ഈ വാർഡിലെ ജനങ്ങൾ അതിൽ സംതൃപ്തരാണ്. അവർ അടുത്ത ഒരു മെമ്പറെ ഹാജറ ഹുസൈനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെല്ലാം വിശ്വാസം അതാണ്. നമുക്കറിയാം, വികസനം ഒരു തുടർ പ്രക്രിയയാണ്. വികസനം ഒരിക്കലും അവസാനിക്കുന്നില്ല. വികസനം എത്ര നടന്നാലും അതിന് തുടർച്ച ആവശ്യമാണ്. അതിന് തികച്ചും പരിചയസമ്പന്നയായൊരു മെമ്പറാണ് ഹാജറ ഹുസൈൻ. എനിക്ക് മുമ്പ് 5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ വാർഡ് നയിച്ച ആളാണ്. ആ നിലക്ക് അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വേറെ പേരുകളൊന്നും ചർച്ചയിൽ വന്നില്ല. നമ്മൾ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. ഈ വാർഡിലെ മുൻ മെമ്പർ എന്ന നിലക്ക്, വനിതാ സ്ഥാനാർത്ഥി എന്ന നിലക്ക് നമ്മൾ വേറെ ആരെയും അന്വേഷിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഐക്യകണ്ഠേന UDF തിരഞ്ഞെടുത്ത ഒരു മെമ്പറെ തന്നെയാണ് അവർ. ഈ വീടുകളിലേക്കൊക്കെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് വേറെ എല്ലാവരും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ല, ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവർ നിന്ന് വോട്ട് തരും എന്നാണ് പ്രതീക്ഷ. നേരത്തെ തന്നെ പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ? ഓക്കെ ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ട്. ഫ്ലക്സൊക്കെ അടിച്ചോ? ഫ്ലക്സും ഫോട്ടോസും ഔദ്യോഗികമായൊരു ഇതുണ്ട്. എന്നാണെങ്കിൽ അതിന് മുമ്പ് പര്യടനം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. ഇന്നലെ രാത്രിയാണ് പ്രഖ്യാപനം പ്രഖ്യാപിച്ചത്. UDFിൻ്റെ ഉരുക്ക് കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ മെമ്പർ കൂടിയായ നമ്മുടെ ഹാജറ ഹുസൈൻ. എന്താണെങ്കിലും ഇവരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ ഈ സീറ്റ് നിലനിർത്താനും കഴിയും. ഒപ്പം തന്നെ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.